എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 5 of Cups എനർജി, Ace of Cups എനർജി, ടെമ്പറൻസ്, ജഡ്ജ്മെൻറ്റ്, 6 of Cups ആൻഡ് Queen of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 5 of Cups എനർജി കണക്ഷൻസ്. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴായിട്ട് നമ്മൾ ജീവിതത്തിൽ അനാവശ്യമായിട്ട് നമ്മൾ പറയുന്ന നിരാശാകാമുകരായിട്ട് നടക്കുന്നു എന്നുള്ള ജീവിതത്തിലൊരു സാഹചര്യം, ദുഃഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഒരു കാര്യം അത് മാത്രമാണ് ജീവിതം എന്നുള്ളൊരു ചിന്തയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തെ ചുറ്റിപ്പറ്റിയായിരിക്കാം. അപ്പോൾ അത് മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്നുള്ളൊരു ചിന്തയിൽ നിന്നുകൊണ്ടിട്ട് നിങ്ങൾ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും ജീവിക്കാനും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമല്ല ജീവിതം ഉള്ളത് എന്നുള്ളത്. താൽക്കാലികമായിട്ട് ഈ ഒരു പ്രത്യേക കാര്യത്തിൽ നിന്ന് മനസ്സ് മാറ്റി മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഈ ഒരു കാര്യം ഇനി ജീവിതത്തിൽ ഇപ്പോൾ പ്രണയ നൈരാശ്യമാണെങ്കിൽ ആ ഒരു താൽക്കാലികമായിട്ടൊരു റിലേഷൻഷിപ്പോ പ്രണയം അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സ് മാറ്റി മറ്റു കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വീട്ടിൽ, ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലുള്ള കാര്യങ്ങൾ, കരിയർ, എല്ലാത്തിലും താൽക്കാലികമായിട്ട് അതിനുശേഷം മുന്നോട്ടേക്ക് ലൈഫിൽ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ അത്രയും ഒരു സങ്കടം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് വരുമ്പോൾ പതുക്കെ വീണ്ടും പുതിയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. അതൊരു പ്രണയം എന്നുള്ള രീതിയിലോ അല്ലാതെ ഒരു അറേഞ്ച്ഡ് ഒരു സിറ്റുവേഷനിലേക്ക് എന്നുള്ള സിറ്റുവേഷനും ആകാം. അപ്പോൾ അത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോവുക. ഈ ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ പ്രണയം തന്നെയാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും മാനസികമായിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷണൽ മെൻ്റൽ സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യമാവാം ഇത് സൂചിപ്പിക്കുന്നു. അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന് പുതിയൊരു തുടക്കം, പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. പുതിയൊരു സൗഹൃദം അല്ലെങ്കിൽ പുതിയൊരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബന്ധമാണ്. അതിന് പ്രണയമാണെങ്കിലും അതേ മറ്റു തരത്തിലുള്ള, അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ളൊരു സൗഹൃദമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാരോ സഹോദരങ്ങളോ ഒക്കെ ആയിരിക്കും. അവരായിട്ട് നിങ്ങൾ സാധാരണ ഒരു ബന്ധമാണ്, പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കാത്തൊരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അടുക്കുന്നു, സംസാരിക്കുന്നു, സാഹചര്യങ്ങളൊക്കെ അതിനൊത്തു വരുന്നു, നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടുതൽ മനസ്സിലാക്കുന്നു. ഇപ്പോൾ പണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യത്തിൽ, ഇപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ ബാല്യത്തിലുണ്ടായിരുന്ന ആ ഒരു രീതിയല്ല എന്നുള്ളതും മാറ്റങ്ങൾ വരുന്നു. കൂടുതൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ ആ ഒരു വ്യക്തി, ഇനിയിപ്പോൾ നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും ഇതുവരെ ഇല്ലാത്തൊരു തരത്തിൽ ആ ബന്ധത്തിനൊരാക്കം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാവാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട്, ഇമോഷണലി ആൻഡ് മെൻ്റലി നിങ്ങൾക്ക് ഒത്തിരി തണലേകുന്ന അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ഉള്ള ഒരു ബന്ധമാണെങ്കിലും പുതിയൊരു ബന്ധമാണെങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പുതിയതോ അല്ലെങ്കിൽ പഴയ ബന്ധം തന്നെ അതിലുള്ള മാറ്റമോ, അപ്പോൾ പഴയ ബന്ധം പുതുമയോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതും ആവാം സൂചിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ചുറ്റിനും ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
അതേപോലെ ടെമ്പറൻസ് എനർജിയാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ ഫാമിലി ലൈഫ്, അതേപോലെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടും ഒരേപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അടുത്തിടയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓഫീസിലധികം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ വർക്കിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വർക്കിലധികം ഓഫീസിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിലധികം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ എന്നൊരു മാറ്റമാണ് ഈ ഒരു മാസം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നു, നിങ്ങളുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സമൂഹം, നമ്മുടെ ചുറ്റുമുള്ള സമൂഹവും കുടുംബവും എന്നുള്ള രീതിയിൽ, അതായത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിറ്റി, സാമൂഹ്യ സേവനമായിട്ട് ബന്ധപ്പെടുത്തി അതിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തകയാം രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. മറ്റൊന്ന്, നിങ്ങൾ ഇപ്പോൾ ഫാമിലിയിലും ബന്ധങ്ങളുണ്ടാവും. ഇപ്പോൾ റിലേഷൻഷിപ്പ്, ചില ബന്ധുക്കൾ അച്ഛനമ്മ സഹോദരങ്ങൾ അതേപോലെ അത്ര അടുപ്പുള്ള ബന്ധമല്ലാതെ ഇപ്പോൾ കസിൻ, ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ അങ്ങനെയുള്ള കൂടുതൽ ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോഷ്യലി വളരെ ആക്റ്റീവാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടി അറിയപ്പെടുന്നത്, നിങ്ങൾ ഇന്നൊരു വ്യക്തി പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നു, അതിൽ മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള കാര്യമാണെന്ന് ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തുന്നു എന്നുള്ളതും, ഒത്തിരി അഭിനന്ദനം, നിങ്ങൾ അർഹിക്കുന്ന രീതിയിലൊക്കെ അഭിനന്ദനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവമാകുന്ന സാഹചര്യം കൂടിയിട്ടാണ്. ജഡ്ജ്മെൻറ്റ് ടൈം ആണ് മെയിനായിട്ട് ഈ ഒരു എനർജി, സ്റ്റുഡൻറ്റ് എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് കുറച്ച് നാളായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എൻട്രൻസ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി പരീക്ഷകൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ള അത് ഇപ്പോൾ സംഭവ്യമാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച മത്സര പരീക്ഷയിൽ വിജയ സാധ്യതകൾ, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ ജോലിക്ക് വേണ്ടിയിട്ട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പരീക്ഷയിൽ നല്ല രീതിയിൽ വിജയം, റാങ്ക് ലിസ്റ്റിൽ വരിക, ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഫൈനലി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വർക്ക് മറ്റുള്ളവർ മനസ്സിലാക്കും, നിങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതൊരു പോസിറ്റീവ് എനർജിയാണ്, വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തൃപ്തി ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ, പിന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങളിലേക്ക് അതായത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഇനി ജീവിതത്തിലൊന്നും ബാക്കിയില്ല എന്ന ചിന്തയിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ചിലപ്പോൾ സ്കൂൾ കോളേജ് റീയൂണിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു, ഇതുപോലുള്ള ഒരു അവസരം കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ സ്കൂൾ കോളേജ് റീയൂണിയൻ വഴിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നിരിക്കാം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയും ഇവിടെ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വലി എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബന്ധങ്ങളൊക്കെ വിട്ട്, അതായത് വിരക്തിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും. ഡിറ്റാച്ച്മെൻറ്റ് തെറ്റായിട്ടുള്ള രീതിയിലാണ് പലരും ഏറ്റെടുക്കുക. അതായത് എല്ലാവരും വിട്ടുപോവുക എന്നുള്ളതാണ് ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒന്നിനോടും അമിതമായിട്ടുള്ളൊരു ആസക്തി, അമിതമായിട്ടുള്ളൊരു അടുപ്പം ഇല്ലാതിരിക്കുക എന്നുള്ള തരത്തിൽ, അതായത് എല്ലാവരും ഈ ഒരു ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ നിൽക്കുക. ഓവറായിട്ടൊരു മൊത്തത്തിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെ മറ്റൊരു ലോകത്തിലേക്ക് പോവുക, ആ ഒരു തരത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക്, അതികഠിനമായിട്ടുള്ള അല്ലെങ്കിൽ സന്യാസത്തിലേക്ക്, അതായത് കുടുംബമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന ലെവലിലല്ല, പക്ഷെ മറിച്ച് ഒരു ലെവല് നിങ്ങൾക്ക് വേണം, ഇന്നതാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുന്നു. ഓവറായിട്ട് ഒന്നിനോടും താല്പര്യം കാണിക്കുന്നില്ല, വേണ്ട രീതിയിൽ താല്പര്യം ഉണ്ട് താനും എന്നുള്ള രീതിയിലും
സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.